2 കിലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് നജീബ് പ്രോമിസ് കിച്ചൺ. തുടങ്ങിയല്ലേ? അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വസൂതി വൈറ്റ് റൈസ് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടോ. 2 kg റൈസ് റെഡി ആയതിനു ശേഷം ഇതാ ഇങ്ങോട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ, അതിലേക്ക് ക്യാരറ്റ് ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ കുറച്ച് ബീൻസ് ഉണ്ട്. ലേശം ഉപ്പിടും കേട്ടോ. നമ്മൾ ക്യാരറ്റും ബീൻസൊക്കെ ശേഷം വാടിയുണ്ട്. നമുക്ക് ചോറ് ആഡ് ചെയ്തെടുക്കണം. നമുക്ക് നമ്മൾ താഴെ ഇറക്കിയേക്കാം. എന്നിട്ട് ബാക്കി കൊടുക്കാം. നമുക്ക് ചിലപ്പോൾ വേവ് നമ്മൾ കയ്യിൽ നിന്ന് പോകില്ലേ? ഇറക്കി വെച്ചിട്ട് സോയാ സോസ്, എന്താ കുറച്ച് പെപ്പർ, കുറച്ച് സൺഫ്ലവർ ഓയിൽ എല്ലാം മിക്സ് ചെയ്ത്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസാണ്. അത് ഇതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും, വെജ് ആഡ് ചെയ്യാം, പിന്നെ നമുക്ക് എഗ്ഗ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രേവിയുടെ കൂടെ കഴിക്കാനുള്ള റൈസ്. അതെ അതെ. ഇതിൽ വെജിറ്റബിൾ വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ചിക്കനോ എഗ്ഗോ ഇട്ട് കഴിഞ്ഞാൽ എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആയി. ഗീ റൈസ് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. അതിന്റെ കൂടെ കറി ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസും സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ആവുമ്പോൾ, കോമ്പിനേഷൻ ആവുമ്പോൾ ഒന്നും കൂടി പൊളി തന്നെയാണ് സംഭവം.